ശരിക്കും ഇന്നവിടെ ഞാൻ കുറച്ചു നേരമായി വന്നിട്ട് ബാക്കിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ടോക്കൊക്കെ. അപ്പൊ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. കാരണം ഞാനും കഴിഞ്ഞ തവണ നെറ്റിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു. ചെറിയൊരു മാർക്കിന് മിസ്സായി പോയതായിരുന്നു എനിക്കും. പക്ഷെ ഞാന് ഒരു കോച്ചിങ്ങിനോ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല. കിട്ടണ സംഭവങ്ങളൊക്കെ വെച്ച് മാക്സിമം പഠിക്കുക, പറ്റണ പോലെയൊക്കെ അപ്പിയർ ചെയ്യുക. അങ്ങനെ 2 വട്ടം ഞാൻ എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വട്ടം ഒരു സാധനം കട്ട് ഓഫ് എത്രയാണെന്നോ എത്ര മാർക്ക് വേണമെന്നോ ഒന്നും അറിയാതെ ജസ്റ്റ് ഒരു കംപ്ലീറ്റ്ലി ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ പോയി എഴുതിയതാണ്. കഴിഞ്ഞ കൊല്ലം ലാസ്റ്റ് ടൈമും കുറച്ചും കൂടെ ഒക്കെ മനസ്സിലാക്കി എന്താണ് സംഗതി എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ആണ് ഞാൻ എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലും മിസ്സായിപ്പോയി. പക്ഷെ നമ്മളങ്ങനെയാണല്ലോ, നമ്മുടെ ലൈഫിൽ നിന്ന് അങ്ങനെയാണല്ലോ പഠിക്കുക. പക്ഷെ എനിക്ക് വിഷമം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ നെറ്റ് എക്സാം എഴുതാൻ പോകണുണ്ട് എന്നുള്ളത് ഞാൻ അധികം ആരോടും പറഞ്ഞില്ല. എൻ്റെ കുറച്ച് ഫേവറേറ്റ് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരത്തെ ഫസ്റ്റ് മുന്നേ സംസാരിച്ച ആള് പറഞ്ഞ പോലെ നമ്മുടെ കാര്യം അന്വേഷിക്കാനായിരിക്കില്ല, നെറ്റിന് റിസൾട്ടിന്റെ കാര്യം അന്വേഷിക്കാനായിരിക്കും ഭയങ്കര തിടുക്കം. അത് പിന്നെ നമ്മളെ വല്ലാതെ ഇപ്പൊ കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിപ്പിക്കുമെങ്കിൽ പിന്നെ നമ്മളത് പറയണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളുടെ എഫേർട്സ്, നമ്മളുടെ ഗോൾസ് എപ്പോഴും നമ്മൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ അറിഞ്ഞോട്ടെ. അതിനു മുമ്പ് അത് നമ്മളുടെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സാധനമാണ് എന്നുള്ള രീതിയിൽ വെക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കും, നീ അങ്ങനെ ചെയ്യും പറഞ്ഞില്ല, ഇങ്ങനെ ചെയ്യും പറഞ്ഞില്ല, എന്നിട്ട് ഇപ്പൊ എന്തായി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ അല്ലെങ്കിൽ ഡൗൺ ആയിരിക്കുമ്പോൾ കുറച്ചും കൂടെ ഡൗൺ ആയി പോവുക ചെയ്ത്. പക്ഷെ എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ നമുക്ക് ഫെയിലിയർ അല്ലെങ്കിൽ സെറ്റ് ബാക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്താണ് സംഗതി, എന്താണ് കുറച്ചും കൂടെ റെഡി ആക്കാനുള്ളത്, എന്താണ് കുറച്ചും കൂടെ ലേൺ ചെയ്യാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോ എൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിള് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇപ്പൊ ഇവിടെ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് കയ്യിലൊരു പേപ്പറോ അല്ലെങ്കിൽ എഴുതി പിടിച്ച എന്തെങ്കിലും നോട്ട്സോ ഒന്നുമില്ലാതെ എനിക്ക് ഇന്ന് ഇവിടെ നിന്നിട്ട് എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ മുഖത്ത് നോക്കി നല്ല ഉഷാറായിട്ട് സ്ട്രോങ് ആയിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതിന് പിന്നില് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യമായിട്ട് പ്രസംഗ മത്സരം എന്നുള്ളൊരു സംഗതിയിൽ ഞാൻ ചേരുന്നത്. സ്കൂളിൽ അത്യാവശ്യം ആക്റ്റീവ് ആയതുകൊണ്ട് കുറേ ടീച്ചേഴ്സൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാനും ഇങ്ങനത്തെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദീപിക ന്യൂസ് പേപ്പർ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു മലയാള പ്രസംഗ മത്സരം ഉണ്ടായിരുന്നു. മതം മാനവ മൈത്രിക്ക് എന്നാണ് പ്രസംഗത്തിന്റെ സബ്ജക്റ്റ്. എൻ്റെ ഉമ്മ അത്യാവശ്യം നല്ലോണം വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഉമ്മ എനിക്ക് പ്രസംഗം എഴുതി തന്ന്. അങ്ങനെ 5ാം ക്ലാസ്സാണ്, പക്ക കാണാതെ പഠിച്ചിട്ട് അതേപോലെ പോയി ജഡ്ജസിന്റെ മുമ്പിൽ പറയാം. അതാണ് പണി, അത്രേ ഉള്ളൂ പണി. പക്ഷെ ആ ഒരു പ്രായത്തിൽ കാണാണ്ട് പഠിക്കുന്നത് മറന്നു പോകുന്നുള്ളൊരു വല്ലാത്തൊരു ബേജാറുണ്ട് അല്ലേ. അങ്ങനെ ഈ പ്രസംഗ മത്സരം 3 സ്റ്റേജസ് ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ലെവലില് കുറച്ച് ഇവിടെയുള്ള റീജിയണൽ ആയിട്ടുള്ള കുറച്ച് സ്കൂളിലെ കുട്ടികളൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് കുറച്ചും കൂടെ ഹയർ ലെവല്, അതും കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ലെവൽ. ഇതാണ് 3 സ്റ്റേജസ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആദ്യത്തെ ലെവലിൽ ഞാൻ സംസാരിച്ചു, നല്ലപോലെ പ്രസംഗിച്ചു. അങ്ങനെ എനിക്ക് അവിടെ 2nd പ്രൈസ് കിട്ടി. അപ്പൊ ഭയങ്കര സന്തോഷമായി, സ്കൂളിലുള്ളവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതിന്റെ നെക്സ്റ്റ് ലെവലിൽ എത്തിയപ്പോൾ ഞാൻ നല്ലോണം കഴിവിന്റെ പരമാവധി നല്ലോണം പ്രസന്റ് ചെയ്തു. അങ്ങനെ പ്രസന്റ് ചെയ്തിട്ട് അപ്പൊ എനിക്ക് അവിടെ 3rd പ്രൈസ് കിട്ടി. അപ്പൊ അവിടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു, അതായത് 3rd പ്രൈസ് കിട്ടിയവർക്ക് ഫൈനൽ റൗണ്ടിലേക്ക് അവര് സെലക്ട് ചെയ്യൂല എന്നുള്ളൊരു സംഭവം. സ്വാഭാവികമായിട്ടും സങ്കടമായി. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഫൈനൽ ഡിസിഷൻ വന്നപ്പോൾ 3rd പ്രൈസുകാരെയും കൂടെ ഫൈനൽ റൗണ്ടിലേക്ക് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷമായി. ഒബ്വിയസ്ലി എല്ലാവർക്കും നമ്മളിപ്പോ എടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും സന്തോഷം. ആ ഒരു ഹാപ്പിനെസ് എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനൽ റൗണ്ടിലെത്തി. ഫൈനൽ റൗണ്ടിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കാനൊക്കെ കയറി. ഒരു അറൗണ്ട് 20ഓളം കുട്ടികളുണ്ടായിരുന്നു. മൂവാറ്റുപുഴ വെച്ചിട്ടായിരുന്നു പരിപാടി നടന്നിരുന്നത്, ഒരു നിർമ്മല സ്കൂളിൽ വെച്ചിട്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ ചെസ് നമ്പർ 3 ആയിരുന്നു. ബാക്കിയുള്ള കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെ വരയൊക്കെ വരച്ചിട്ട് ഭയങ്കര ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നല്ല, അവര് കുറച്ചും കൂടി വാസ്റ്റ് ഭയങ്കര ഒരു ഇതായിരുന്നു, സീരിയസ് ആയിരുന്നു. അപ്പം ഞാന് എല്ലാ പ്രോഗ്രാമിനും പോകുന്ന പോലെ എൻ്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും എൻ്റെ ഇത്താത്താന്റെയും കൂടെ പോയിട്ടുണ്ടായിരുന്നു അന്നും.
അങ്ങനെ പ്രസംഗിക്കാനായിട്ട് കയറി, പറ്റുന്ന പോലെയൊക്കെ നല്ലോണം പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി റിസൾട്ടിന് വേണ്ടി കാത്തിക്കായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ചെസ് നമ്പർ ഇങ്ങനെ ഓരോന്നോരോന്നായി വിളിച്ച് 3rd പ്രൈസ് വിളിച്ച്. അപ്പൊ എന്റെ അല്ല. അപ്പൊ ഞാനിങ്ങനെ എന്റെ ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കി. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, കിട്ടാതിരിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ 2nd പ്രൈസിന് അനൗൺസ് ചെയ്തു. അപ്പോഴും ഞാൻ ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കി. അപ്പൊ ഉപ്പയും ഉമ്മ എന്നോട് പറഞ്ഞു, എന്തായാലും ഇപ്പൊ മൂവാറ്റുപുഴയൊക്കെ വന്ന് അവിടെ നിന്ന് നല്ല ചായയൊക്കെ കുടിച്ച് നല്ല ഉഴുന്നോടെയൊക്കെ തിന്ന് ഇനി നമുക്ക് വീട്ടിൽ പോവാം, സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞു. എന്നെ ഏറ്റവും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നത് ഇവരാണ്, ഏറ്റവും നല്ലോണം ട്രോളുന്നത് ഇവരാണ്. അതുകൊണ്ട് പിന്നെ എനിക്കറിയാം ആ ഒരു എക്സ്റ്റെന്റ്. അപ്പം അങ്ങനെ ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ എന്താ പറയാ, നെഞ്ചത്ത് ഭയങ്കര എന്താ പറയാ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ ഇടിച്ചിടിച്ച് ഞാനൊക്കെ ഒരു വഴിക്കായിട്ടായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പ്രസന്റ് ചെയ്തത് എൻ്റെ കഴിവിൻ്റെ പരമാവധിയാണ്, എനിക്ക് പറ്റുന്നതിൽ മാക്സിമം നല്ലോണം ആണ് എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ അത് ചെസ് നമ്പർ 3 ആയിരുന്നു, അത് ഞാനായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് പ്രൈസ് മലയാളം എലക്യൂഷൻ കോമ്പറ്റീഷന് എനിക്ക് കിട്ടി. അങ്ങനെ സ്കൂളിലൊക്കെ മെയിൻ ആവാലോ, സ്റ്റേറ്റ് ലെവൽ പ്രൈസ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ സ്കൂളിൽ ആ പ്രായത്തൊക്കെ മെയിൻ ആണ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി അതിന്റെ നെക്സ്റ്റ് കൊല്ലം ഞാൻ ഇതേ പ്രസംഗ മത്സരത്തിന് ഒന്നും കൂടെ ജോയിൻ ചെയ്തു, 6ാം ക്ലാസ്സിലായിരുന്നപ്പം. അങ്ങനെ ചേർന്ന് ആദ്യത്തെ ലെവലിൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്കെല്ലാവർക്കും ഈ അറിയാലോ, ജഡ്ജസിന് ഈ ചായം പഴംപൊരിയും ഒക്കെ കൊണ്ടു കൊടുക്കണ ഒരു പരിപാടി അറിയാലോ. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ജഡ്ജസിന് പഴംപൊരിയും ചായയും കൊണ്ടു കൊടുക്കേനു. സ്വാഭാവികമായിട്ടും എന്റെ കയ്യിൽ നിന്ന് പ്രസംഗം പോയി, എന്റെ കണ്ണ് പഴംപൊരിയിലോട്ടും പോയി. അങ്ങനെ മൊത്തം കയ്യിൽ നിന്ന് പോയി. പിന്നെ ഫുള്ള് ബൊബ്ബ അടിച്ച് ആകെ മൊത്തം അലമ്പായി. അങ്ങനെ പിന്നെ എവിടെ നിന്നൊക്കെ കൂട്ടിപ്പിടിച്ച് ലാസ്റ്റ് ഞാൻ ഒപ്പിച്ച് പ്രസംഗിച്ച് തീർത്ത്. എന്നിട്ടും എനിക്ക് 4th പ്രൈസ് കിട്ടി. അതിനുശേഷം എനിക്ക് ഭയങ്കര ഒരു ഇൻഫീരിയർ സാധനമായിരുന്നു. പുറത്തോട്ട് അല്ലെങ്കിൽ പ്രസംഗിക്കാനോ ഒന്നിനും തീരെ ധൈര്യമല്ല. ഭയങ്കര ഒരു നെഗറ്റീവ് അടിച്ചു. കാരണം സക്സസിൽ എത്തി നിന്നിട്ട് പിന്നെ ഒരു ഫെയിലിയർ ഫേസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എന്തോ പോലെ തോന്നും. അത് ചിലപ്പോൾ നമുക്ക് ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു സാധനം നമുക്ക് മാറുക. പക്ഷേ അതിനുശേഷം ഞാൻ പിന്നെ പ്രസംഗ മത്സരത്തിന് ഒന്നിനും പോയില്ല. അതിനുശേഷമാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് പേരെ അഡ്രസ്സ് ചെയ്തിട്ട് സംസാരിക്കാനുള്ള പല വേദികളും വന്നു തുടങ്ങിയത്. അങ്ങനെ ഞാൻ സംസാരിക്കാൻ വേദികളിൽ പോയി തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ പേപ്പറിൽ ഓരോ നോട്ട്സ് ഇങ്ങനെ എഴുതി വെക്കും. ഫസ്റ്റിലൊക്കെ ഇങ്ങനെ ന്യൂസ് പ്രിന്റിൽ പക്ക 4-5 പേജ് ഇങ്ങനെ എഴുതിയിട്ട് കൊണ്ടുപോയി വായിക്കലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോട്ട്സ് വരി കുഞ്ഞായിട്ട് എഴുതി അത് നോക്കിയിട്ട് വായിക്കും, പ്രസംഗിക്കും. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഇല്ല, ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ ഒറ്റക്ക് പോയിട്ട് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഒരു സ്റ്റേജിൽ പോയപ്പോൾ ബ്ലാങ്ക്. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെയും ബാക്കിലോട്ട് വന്ന് നോട്ട്സ് എഴുതി പിടിച്ച് വായിക്കുക എന്നുള്ള സംഭവത്തിലേക്ക് വീണ്ടും വന്നു. അങ്ങനെ ഒരു 4-5 കൊല്ലത്തെ പ്രാക്ടീസ് അതിനുശേഷമാണ് ഇന്ന് ഇത്ര ബോൾഡായിട്ട് എനിക്ക് ഞാൻ സംസാരിക്കുന്നത് ബോൾഡാണ് എന്ന് എനിക്കൊരു കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ പറ്റിയത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഒരു പക്ഷേ എത്ര ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിലാണെങ്കിലും നമ്മളത് അങ്ങനെ നമ്മൾ പഠിക്കുള്ളൂ. ഇപ്പോൾ യങ്സ്റ്റേഴ്സിനോടൊക്കെ അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ പുതിയ പാരൻസിനോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ പാരൻസ് എല്ലാ കാര്യങ്ങളും മക്കൾക്ക് ചെയ്തു കൊടുക്കാനുണ്ടാവും, പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കരുത്. അവർക്ക് ചെയ്യാൻ പറ്റണത് അവർ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ലൈഫിലൊരു വലിയൊരു പ്രയാസം വരുമ്പോൾ ഇൻ കേസ് പാരൻസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അവിടെ സ്റ്റക്കായി പോകരുത്. അവർ പഠിക്കണം, ജീവിതം പഠിക്കണം. ജീവിതത്തിൽ തോക്കും, ചിലപ്പോൾ ജയിക്കും, തോറ്റാലും കുഴപ്പമില്ല, പിന്നെ അത് നമ്മൾ ഇനിയും ട്രൈ ചെയ്യണം എന്നുള്ളത് കാണിക്കണതാ. പിന്നെ അറ്റ് ലാസ്റ്റ് ഇപ്പം നമ്മൾ എത്ര എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, അവൾ PG കയറിയപ്പോൾ മുതലേ നെറ്റ് എഴുതുന്നതാ. ആൾക്ക് എപ്പോഴും 1-2 മാർക്കിനാണ് കണ്ടിന്യൂസ്ലി മിസ്സാവാറുള്ളത്. പക്ഷേങ്കിലും ഞാൻ എപ്പോഴും അവളോട് പറയാറുള്ളത്, ചിലപ്പോൾ ഈ ടൈം ആയിരിക്കില്ല, നെക്സ്റ്റ് ടൈം ആയിരിക്കും കിട്ടുക. നമ്മൾ എത്ര വട്ടം എഴുതി എന്നുള്ള ലൈക്ക് ഇപ്പം നമ്മൾ ജയിക്കാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എത്ര വട്ടം ട്രൈ ചെയ്തു എന്നുള്ളതിന് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. ഒരു വട്ടം എഴുതി കിട്ടിയില്ല, ഇനി വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ അവിടെ നഷ്ടാവുന്നത് നമുക്കാ, വേറെ ആർക്കും ഒരു നഷ്ടമല്ല. നമ്മുടെ ലൈഫാണ് അവിടെ പോണത്, നമ്മുടെ ഡ്രീമാണ് അവിടെ പോണത്. പക്ഷെ അതിന് പകരം നമുക്കൊരു വിശ്വാസം ഉണ്ടാവുക, നമ്മൾ അടിപൊളിയാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് റിയലി മാറ്റേഴ്സ്. പിന്നെ
ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അടിപൊളിയാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായാൽ മതി. എൻ്റെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസും കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് പലപ്പോഴും പല വേദികളിലായിട്ട് ഞാൻ പറയാറുള്ളതാണ്, ചിലപ്പോൾ കുറച്ച് പേരൊക്കെ കേട്ടിട്ടും ഉണ്ടാവും. ഞാന് ചെറുതായിരുന്നപ്പോ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അതായത് എൻ്റെ 2 കാല് ആർട്ടിഫിഷ്യൽ ലിംബാണ്, എൻ്റെ 2 കൈ ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ പറയുന്നത് ഞാൻ 90% ഡിസേബിൾഡ് ആണെന്നാണ്. വെറും 10% മാത്രം എബിലിറ്റി എനിക്ക് ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ 10% മാത്രം ഉള്ള എനിക്ക് പലപ്പോഴും സ്കൂളുകളിൽ അഡ്മിഷൻ തരാൻ ആരും കൂട്ടാക്കൂല. സ്വാഭാവികമാണ്. പക്ഷെങ്കിലും കുറച്ച് മനസ്സിൽ നന്മ ഉള്ളവരാണെങ്കിൽ അതൊന്ന് കണക്കാക്കും. പക്ഷേ എൻ്റെ ഉപ്പ വർക്ക് ചെയ്തിരുന്ന, എൻ്റെ സിസ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്ന നമുക്കൊക്കെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ എനിക്ക് ചെറുപ്പത്തിൽ അഡ്മിഷൻ ചെന്ന സമയത്ത് അവിടുത്തെ മാനേജ്മെന്റ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, നൂറിന് കയ്യും കാലും ഇല്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നൂറ് അവരുടെ കൂടെ പഠിക്കുമ്പോൾ, അതുകൊണ്ട് അഡ്മിഷൻ തരാൻ പറ്റൂല. എൻ്റെ പാരൻസ് അത്രയും ആ സ്കൂളിൽ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് മെന്റലി അവര് ഒരുപാട് എന്താ പറയുക പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്കൂളായിരുന്നുകൊണ്ട് ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ നെക്സ്റ്റ് കൊല്ലം നോക്കാം എന്നവര് പറഞ്ഞപ്പോ എന്നാ പിന്നെ അടുത്ത കൊല്ലം നമുക്ക് നോക്കി വെക്കാന്ന് വിചാരിച്ച എൻ്റെ പാരൻസ് അടുത്ത കൊല്ലം പിന്നെയും ചെന്നു. സെയിം ഡയലോഗ്. നൂറിന് ഇങ്ങനെ ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മറ്റുള്ള കുട്ടികളുടെ ഒപ്പം പഠിക്കുമ്പോൾ അവർക്കത് ഭയങ്കര പ്രയാസമാവും, പാരൻസിനൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞു. ഫൈൻ, കുഴപ്പമില്ല. അങ്ങനെ എന്നെ അംഗീകരിക്കുന്ന, എന്നെ ഞാനായിട്ട് മനസ്സിലാക്കുന്ന സ്കൂളിൽ ഞാൻ പഠിച്ച് 12th കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് എനിക്ക് അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിരുന്ന ഈ സ്ഥാപനം അവരുടെ ആനുവൽ ഡേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. അതെനിക്കൊരു ഹീറോയിക് എൻട്രി തന്നെയായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും അഭിമാനമുള്ളൂ. കാരണം എന്താ വെച്ചാല്, നമ്മൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എന്തായാലും നമ്മൾ എത്തിച്ചേരും. അതിപ്പോ ആര് തലകുത്തി മറിഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കുള്ളതാണെങ്കിൽ നമ്മൾ അവിടെ എത്തും, നമുക്കുള്ളതല്ലെങ്കിൽ നമുക്ക് കിട്ടൂല. അപ്പോ നമ്മള് വിശ്വസിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഫിസിക്കലി ഇങ്ങനത്തെ കുറെ ചാലഞ്ചസ് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഈ കൈയില്ലാത്തതും കാലില്ലാത്തതും എൻ്റെ മനസ്സിനെ ഇതുവരെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് ഒരു കണക്കിന് എനിക്ക് സന്തോഷമുള്ളൂ. കാരണം എന്താ വെച്ചാൽ എന്നെ ഒരുപാട് പേര് ഐഡന്റിഫൈ ഉണ്ട്. എൻ്റെ ടാലന്റ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് പുറത്തുകൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതേപോലെ എൻ്റെ കോൺഫിഡൻസ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. സാധാരണ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒരുപക്ഷെ എൻ്റെതായിട്ടുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഈ വെറും 10% വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എന്നെ പൊക്കി പറയാൻ വേണ്ടി പറയല്ല. 10% മാത്രമല്ല എനിക്കിത് പറ്റുമെങ്കിൽ 100% ഉള്ള നിങ്ങൾക്ക് എന്തായാലും പറ്റും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ 2 കാലും ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചിട്ട് ഉള്ള സ്ഥലത്ത് മുഴുവൻ ട്രാവൽ ചെയ്ത്, എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങള് ഡിഗ്രിക്ക് ടൂർ പോയപ്പോ 500 സ്റ്റെപ്പ് അങ്ങോട്ടും 500 സ്റ്റെപ്പ് ഇങ്ങോട്ടും ഈ കാല് വെച്ച് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എൻ്റെ കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ അച്ചീവ് എനിത്തിങ്. ഒന്നും നടക്കാൻ പറ്റായില്ല, പക്ഷെ നമുക്കത് വിശ്വാസം വേണം. എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം വേണം, സ്വന്തം ഒരു ട്രസ്റ്റ് വേണം. അല്ലാതെ ഇപ്പോ നൂറിന് അങ്ങനെ ചെയ്യാൻ പറ്റൂല, നൂറിന് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നാ നഷ്ടം. പക്ഷെ അവരല്ല എൻ്റെ ലൈഫ് ഡിസൈഡ് ചെയ്യണേ, അവരല്ല എൻ്റെ ഡ്രീംസ് ഡിസൈഡ് ചെയ്യണം, അവരല്ല എൻ്റെ ഗോള് സെറ്റ് ചെയ്യണേ, അത് ഞാനാണ്. എൻ്റെ ജീവിതത്തിന്റെ ഹാപ്പിനെസ്സും ഒക്കെ റീസൺ ഞാനാ. എൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്തണം. ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ മേ ബി അത് എൻ്റെ മെന്റൽ ഹെൽത്തോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാരണം. പക്ഷെ ഒരാളും വന്ന് 100 എണീക്കെന്നും പറഞ്ഞ് വരാനുണ്ടാവുമായിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മളെ ഉഷാറാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫൈനൽ ആക്ച്വലി. പിന്നെ പുറമേ നമുക്ക് എന്ത് ഡിസബിലിറ്റി ഉണ്ടെങ്കിലും അത് നമ്മളെ മനസ്സിനെ ബാധിക്കുന്നില്ല എങ്കിൽ വി ആർ അടിപൊളി ആക്ച്വലി. അത് നമ്മളെ ഉഷാറായിട്ട് മുന്നോട്ട് പോവാ. പിന്നെ നെറ്റ് JRF ഒക്കെ നിങ്ങളെ പോലെ തന്നെ എൻ്റെയും ഒരു ഡ്രീമാണ്. ഇപ്പം ഞാൻ ആദ്യം ഐഫറിനെ പറ്റി കേട്ടത് ഈ അടുത്ത് എൻ്റെ ഫ്രണ്ട് ഗൾഫ് പോകുന്നുണ്ടായിരുന്നു, ഖത്തർക്ക്. അപ്പൊ ഞാൻ അവളുടെ വീട്ടിൽ പോയപ്പം അവളുടെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, 100 തവണ എഴുതിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓനും എഴുതിയിട്ടുണ്ടായിരുന്നു ഞാനും എഴുതിയിട്ടുണ്ടായിരുന്നു, രണ്ടുപേർക്കും കിട്ടിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കോച്ചിങ്ങിന് പോയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഏതെങ്കിലും നല്ലത് അറിയോ എന്ന് ചോദിച്ചപ്പോ എന്നോട് ആദ്യം പറഞ്ഞു ഐഫർന്ന് കേട്ടിട്ടുണ്ടോ, അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രൊമോഷൻ അങ്ങനെ ഒന്നുമല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സാധനമാണ്. അപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ ഒന്ന് അന്വേഷിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അതിന്
ഓനങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു വേദിയിൽ വരുമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലൊന്ന് ഓർപ്പിക്കാൻ പറ്റി, ദിസ് ഇസ് സംതിങ് ഗുഡ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ നമ്മുടെ ടൈമിങ്ങിൽ വിശ്വസിക്കുക, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക, ഒരിക്കലും പ്രതീക്ഷ വിടാതിരിക്കുക. നമുക്ക് കിട്ടും. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് എത്തിയിരിക്കും ഇൻഷാ അല്ലാ. അപ്പം പ്രതീക്ഷ കൈവിടാതെ നമ്മൾ ഇനിയും ചെയ്യുക. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണെങ്കിലും നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ നല്ലോണം പഠിക്കുക, ഗോൾസ് അച്ചീവ് ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ചെറുപ്പത്തിൽ പൈലറ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഫിസിക്കൽ സാധനം സമ്മതിക്കില്ല എനിക്ക്. പക്ഷെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ എനിക്ക് ആർക്കിയോളജിയാണ് ഇഷ്ടം. എനിക്ക് അതിലേക്ക് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, പഠിക്കണം എന്നുണ്ട്. അത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീരരുത്. കീപ്പ് ഓൺ സെറ്റിംഗ് ഗോൾസ്, കീപ്പ് ഓൺ ഡ്രീമിങ്. ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്തോണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഡയറി മിൽക്ക് വേണം, കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ തീരരുത്. ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക, സ്വപ്നം കാണുക, ഓരോന്നോരോന്നായിട്ട് അച്ചീവ് ചെയ്യുക. ഓൺലി വൺ ലൈഫ് അല്ലേ? നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുക, കോൺഫിഡൻ്റ് ആവുക, ബി യോർ സെൽഫ്. ആക്ച്വലി വേറെ ആർക്കും വേണ്ടി ജീവിക്കരുത്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. താങ്ക് യു സോ മച്ച്.